നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റോദ്രിഗോ ഡി പോൾ ടു ഇൻ്റർ മയാമി. വളരെ വ്യാപകമായിട്ട് ഫുട്ബോൾ ട്രാൻസ്ഫർ ന്യൂസുകൾ കൊടുക്കുന്നവരൊക്കെ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫബ്രിസിയോ റൊമാനോ അതിനെക്കുറിച്ച് വിശദമായിട്ട് വാർത്തയിട്ടു. TYC സ്പോർട്സ് വാർത്ത ചെയ്തു. അപ്പം ഏതാണ്ട് കാര്യങ്ങൾ ക്ലോസ് ആയി നിൽക്കുകയാണ്. ഇത് നടക്കും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാവുന്ന ഒരാൾ മഷറാനോയാണല്ലോ. ആധികാരികമായിട്ട് ഉത്തരം പറയേണ്ട ആൾ ഇൻ്റർ മയാമിയുടെ കോച്ചാണല്ലോ. ഇന്ന് അവർക്ക് MLS മത്സരമുണ്ട്. ന്യൂ ഇംഗ്ലണ്ടുമായിട്ട് രാത്രി അവർ കളിക്കും. ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5 മണിക്കാണ് ആ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ചോദ്യം, ഡി പോളിനെ സൈൻ ചെയ്യുമോ? അഷറാനയുടെ മറുപടി ഇങ്ങനെ, ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരു താരത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. ഇൻ ദി ഫ്യൂച്ചർ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ സംസാരിക്കാം എന്നാണ് ഹാവിർ മഷറാനോ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ അത് സാധാരണ കോച്ചുമാരെടുക്കുന്നൊരു നിലപാടാണ്. ഒരു ട്രാൻസ്ഫർ നെഗോസിയേഷനും മറ്റുമൊക്കെ നടക്കുമ്പോൾ ആ താരത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചാൽ, അയാൾ ഇവിടുത്തെ കളിക്കാരനല്ലല്ലോ, ഇപ്പോൾ വേറൊരു ക്ലബിൻ്റെ കളിക്കാരനല്ലേ, അപ്പോൾ ഞാൻ ആ ക്ലബ്ബിലെ കളിക്കാരനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആവില്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നങ്ങ് പറഞ്ഞു കളയും. പക്ഷേ സംഗതി ഡി പോൾ ഇൻ്റർ മയാമിയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ വരുന്നു. പിന്നെയുള്ളൊരു ചോദ്യം, ഈ കളി, ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ കളി ലിയോ മെസ്സി കളിക്കുമോ? ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോച്ച് ഹാവിർ മഷറാനോ പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും കളിയിൽ സ്ക്വാഡിൽ മാറ്റങ്ങളുണ്ടാകും, അത് ഒരു റൊട്ടേഷനൊക്കെ ഒരു ആവശ്യമുണ്ട്. പക്ഷേ ആരെ മാറ്റും എന്നുള്ളത് കോച്ച് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ മെസ്സിക്ക് വിശ്രമം കൊടുക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.